കേരളത്തിലെ ദൃശ്യശ്രാവ്യ കലകൾ ഭാഗം 2 പറയുന്നത്. അതിൽ ദൃശ്യകലകളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇന്ന് ശ്രാവ്യ കലകളെക്കുറിച്ചാണ് പറയുന്നത്. കേൾക്കുന്ന മാത്രയിൽ മനുഷ്യ മനസ്സിൽ അനുഭൂതി ഉളവാക്കുന്ന മധുരമായ സംഗീതം കാതിനും മനസ്സിനും ഒരേപോലെ ഇമ്പം നൽകുന്നു. മനുഷ്യ മനസ്സുകളെ തരളിതവും മൃദുലവുമാക്കാൻ കെൽപ്പുള്ള കലാരൂപങ്ങൾ പ്രധാനപ്പെട്ടതാണ് സംഗീതം. എക്സാമ്പിൾ: മാർഗസംഗീതം, ദേശി സംഗീതം, സോപാന സംഗീതം, കർണാടക സംഗീതം, നാടൻ പാട്ടുകൾ, ലളിത സംഗീതം. അതിൽ ഒന്നാമത്തത് മാർഗസംഗീതം. ആദ്യമായി ഉടലെടുത്ത സംഗീത ശാഖയാണ് മാർഗസംഗീതം. അപ്പം നമ്മുടെ ശ്രാവ്യ സംഗീതത്തിൽ ആദ്യമായി ഉടലെടുത്ത മാർഗസംഗീതമാണ്. വേദോച്ചാരണങ്ങൾക്കും യാഗങ്ങൾക്കുമാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. മതാനുഷ്ഠാനങ്ങൾക്കും ക്ഷേത്രങ്ങളിലും പ്രധാനമായി ഉപയോഗിച്ചിരുന്നു. നിശ്ചിതമായ ചിട്ടകളെയും തത്വങ്ങളെയും ആധാരമാക്കുന്ന ക്ലാസിക്കൽ പാരമ്പര്യമാണ് ഇതിനുള്ളത്. അടുത്ത ദേശി സംഗീതം. പ്രാദേശിക സംഗീത രീതികളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതും ചിട്ടകളിൽ അയവുള്ളതുമായ പാരമ്പര്യമാണ് ഇത്. ഗ്രാമ്യ സംഗീതം, ഗ്രാമീണ സംഗീതം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഇവയിൽ നിന്നും ഉടലെടുത്ത വ്യത്യസ്ത ശൈലികൾ ക്രോഡീകരിച്ചുണ്ടായ 2 പ്രധാന ശാഖകളാണ് കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും. അടുത്തത് സോപാന സംഗീതം. കേരളത്തിലെ തനതു സംഗീത ശൈലിയാണ് സോപാന സംഗീതം. ദ്രാവിഡ സംഗീതത്തിൻ്റെ തുടർച്ച എന്നറിയപ്പെടുന്ന കേരളത്തിൻ്റെ തനതു സംഗീത ശൈലി. സോപാന സംഗീതം രാഗ അധിഷ്ഠിതമാണ്. കേരളീയ ക്ഷേത്രങ്ങളിലാണ് സോപാന സംഗീതത്തിൻ്റെ ആരംഭം. സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന രാഗങ്ങൾ ഇന്ദിശ, ദേശാക്ഷി, ഇന്തളം, പാടി, ഭൂപാളം, പുറനീർ, കാമോദരി. സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന താളങ്ങളാണ് ഏകം, ചമ്പ, ചെമ്പട, അടന്ത, മുറിയടന്ത, ത്രിപുട. സോപാന സംഗീതത്തിൻ്റെ കുലപതി ഞെരളത്ത് രാമപൊതുവാണ്. അതൊരിക്കൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. സോപാന സംഗീതത്തിൻ്റെ കുലപതി എന്ന് പറയുന്നത് ഞെരളത്ത് രാമപൊതുവാണ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ ചോദിച്ചിട്ടുള്ള സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യം ഇടയ്ക്കയാണ്. കൊട്ടിപ്പാടി സേവ, രംഗസോപാൻ എന്നിങ്ങനെ സോപാന സംഗീതം 2 തരത്തിലുണ്ട്. സോപാനം എന്നത് ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുന്നിലുള്ള ചവിട്ടുപടിയാണ്. ക്ഷേത്രത്തിൻ്റെ സോപാനത്തിൽ നിന്നുകൊണ്ട് പൂജാവേളയിൽ മാരാർ ഇടയ്ക്ക് കൊട്ടിപ്പാടുന്നതിനെയാണ് കൊട്ടിപ്പാടി സേവ എന്ന് പറയുന്നത്. സോപാന സംഗീതത്തിൻ്റെ പ്രധാനപ്പെട്ട ശാഖയാണ് അരങ്ങ് സംഗീതം. ഇതിനെ അഭിനയ സംഗീതം എന്നും പറയാം. അരങ്ങിൽ ഗായകർ പാടുകയും വാദ്യക്കാരൻ കൊട്ടുകയും നടൻ അതിനനുസരിച്ച് വിവിധ കഥാപാത്രങ്ങളുടെ വേഷമണിഞ്ഞ് അഭിനയിക്കുകയും ചെയ്യും. ഇതാണ് അരങ്ങ് സംഗീതം. എക്സാമ്പിൾ: കഥകളി, കൂടിയാട്ടം, കൃഷ്ണനാട്ടം, മുടിയേറ്റ്, അർജുന നൃത്തം. കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതമാണ്. അതും ഒന്ന് ഓർത്തു വച്ചിരിക്കുക. സമയ സംഗീതം എന്നും കൂടി ഇതിനെ വിശേഷിപ്പിക്കുന്നു. അതായത് ഗാനകാല നിയമം അനുസരിച്ച് രാഗങ്ങൾ പ്രയോഗിക്കപ്പെടുന്നതിനാലാണ് ഇപ്രകാരം അറിയപ്പെടുന്നത്. പ്രധാന സോപാന സംഗീത കലാകാരന്മാർ ഞെരളത്ത് ഹരിഗോവിന്ദൻ, പുതുശ്ശേരി രാഘവക്കുറുപ്പ്. സോപാന സംഗീതത്തിന് ചിട്ടയായ രൂപം നൽകിയ വ്യക്തിയാണ് പുതുശ്ശേരി രാഘവക്കുറുപ്പ്. അമ്പലപ്പുഴ വിജയകുമാർ. അടുത്തത് കർണാടക സംഗീതം. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് കേരളത്തിൽ കർണാടക സംഗീതം എന്നറിയപ്പെടുന്ന ആധുനിക ദക്ഷിണേന്ത്യൻ സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ പ്രധാന സംഗീതജ്ഞരായിരുന്നു ഇരയിമ്മൻ തമ്പി, ഷഡ്കാല ഗോവിന്ദമാരാർ, പരമശിവം ഭാഗവത്. കർണാടക സംഗീതത്തിൻ്റെ പിതാവ് പുരന്ദരദാസാണ്. പുരന്ദരദാസിൻ്റെ യഥാർത്ഥ നാമം ശ്രീനിവാസ് നായിക്. ആധുനിക കർണാടക സംഗീതത്തിൻ്റെ പിതാമഹൻ ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ. കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ മുത്തുസ്വാമി ദീക്ഷിതർ, ത്യാഗരാജ സ്വാമികൾ, ശ്യാമശാസ്ത്രികൾ. കർണാടക സംഗീതത്തിലെ വനിതാ ത്രിമൂർത്തികൾ DK പട്ടമ്മാൾ, ML വസന്തകുമാരി, MS സുബ്ബലക്ഷ്മി. പഞ്ചരത്ന കീർത്തനങ്ങളുടെ ഉപജ്ഞാതാവ് ത്യാഗരാജ സ്വാമികൾ. കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങൾ 72 മേളകർത്ത രാഗങ്ങൾ എന്നാണ് ഈ അടിസ്ഥാന രാഗങ്ങൾ അറിയപ്പെടുന്നത്. കർണാടക സംഗീതത്തിലെ കീർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച സംഗീതജ്ഞൻ താളപ്പാക്കം അന്നമാചാര്യർ. കേരളീയ സംഗീതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ ഗ്രന്ഥം ചിലപ്പതികാരം. കർണാടക സംഗീതത്തിലെ വർണ്ണം, പദം, കീർത്തനം എന്നിവ 3 രചിച്ച ഏക സംഗീതജ്ഞനാണ് ഇരയിമ്മൻ തമ്പി.
ത്യാഗരാജ സംഗീതോത്സവം നടക്കുന്നത് തിരുവയ്യാർ, തമിഴ്നാട്ടിൽ. കർണാടക സംഗീതത്തിലെ വിദഗ്ധർ വർഷം തോറും ചെന്നൈയിലെ മ്യൂസിക് അക്കാദമി നൽകി വരുന്ന പുരസ്കാരം സംഗീത കലാനിധി. ദക്ഷിണേന്ത്യൻ സംഗീതത്തിന് കർണാടക സംഗീതം എന്ന പേര് ആദ്യമായി നൽകിയത് വിജയനഗര സാമ്രാജ്യത്തിലെ മന്ത്രിയായിരുന്ന വിദ്യാരണ്യ. കർണാടക സംഗീതത്തിന് പ്രമുഖ സംഭാവന നൽകിയവർ: ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, കുട്ടിക്കുഞ്ഞ് തങ്കച്ചി, KC കേശവപിള്ള, ആറ്റൂർ കൃഷ്ണ പിഷാരടി, TV ഗോപാലകൃഷ്ണൻ, പാറശാല B പൊന്നമ്മാൾ, ഡോക്ടർ ഓമനക്കുട്ടി, നെയ്യാറ്റിൻകര വാസുദേവൻ, മാവേലിക്കര പ്രഭാകരവർമ്മ. ഇനി അതിൽ എക്സ്ട്രാ പോയിന്റ്സ് ആണ്. പാടുന്ന വ്യക്തിയുടെ ശബ്ദത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് പാടാൻ തിരഞ്ഞെടുക്കുന്ന അടിസ്ഥാന നാദമാണ് ശ്രുതി. സമയദൈർഘ്യത്തെ കൃത്യമായും ക്രമമായും കണക്കാക്കാൻ ഉപയോഗിക്കുന്ന പ്രവൃത്തി വിശേഷം താളം. അടുത്തത് നാടൻ പാട്ടുകൾ. കേരളത്തിൻ്റെ ഓരോ പ്രദേശത്തിൻ്റെയും കഥ പറയുന്ന വായ്മൊഴിയായുള്ള പാട്ടുകളാണ് നാടൻ പാട്ടുകൾ. നാടൻ പാട്ടുകൾക്ക് ഉദാഹരണമാണ് വടക്കൻ പാട്ട്, തെക്കൻ പാട്ട്, മാപ്പിളപ്പാട്ട്, കെന്ത്രോൻ പാട്ട്, ഞാറ്റുപാട്ട്, വീൽപ്പാട്ട്, വേടൻ പാട്ട്, വട്ടിപ്പാട്ട്. ആളുകളുടെ തൊഴിലിനെ ആസ്പദമാക്കിയാണ് നാടൻ പാട്ടുകൾ ഉത്ഭവിച്ചത്. ഓരോ തൊഴിലിനും യോജിച്ച ഈണത്തിൽ വളരെ സാധാരണമായ നാടൻ വാക്കുകൾ കൊണ്ടാണ് ഈ പാട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ദൈവത്തെ പ്രാർത്ഥിക്കുവാനും പ്രകൃതിയെ ആരാധിക്കുവാനും തനതായ നാടൻ പാട്ടുകളുണ്ട്. നിലമുഴുന്ന പുരുഷന്മാർ പാടുന്ന നാടൻ പാട്ടുകളല്ല വിതയ്ക്കുന്ന സമയത്ത് പാടുന്നത്. ഞാറ് നടുമ്പോൾ പാടുന്ന നാടൻ പാട്ടുകളല്ല വിളവെടുപ്പുകാലത്ത് പാടുന്നത്. കാർഷിക വൃത്തി എങ്ങനെ വേണമെന്ന് ഈ പാട്ടുകളിലൂടെ മനസ്സിലാക്കാം. സംഗീതാംശം അനുസരിച്ച് നാടൻ പാട്ടുകളെ പൊതുവെ പരിഷ്കൃതം, അപരിഷ്കൃതം എന്നിങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. അപരിഷ്കൃതമായ നാടോടിപ്പാട്ടുകളിൽ ഉൾപ്പെടുന്നവയാണ് ഞാറ്റുപാട്ട്, വേടൻ പാട്ട്, താനാട്ടം, വട്ടിപ്പാട്ട്, അടിതളിപ്പാട്ട്, കാണിപ്പാട്ട് തുടങ്ങിയവ. നാടൻ പാട്ടുകളെ അവയുടെ വംശീയ പാരമ്പര്യം, അവതരണ പശ്ചാത്തലം, ഇതിവൃത്ത സ്വഭാവം, ദേശഭേദം, പാട്ടുകളുടെ ധർമ്മം, രസാനുഭൂതി തുടങ്ങിയ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലും വർഗീകരിച്ചു കാണുന്നുണ്ട്. ഉള്ളൂർ S. പരമേശ്വര അയ്യരുടെ കേരള സാഹിത്യ ചരിത്രത്തിൽ ഗാനപാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓലയുടെയും നാരായത്തിൻ്റെയും ഒത്താശ കൂടാതെ പ്രചരിക്കുന്ന നാടോടിപ്പാട്ടുകളെ ദേവതാപൂജ, വീരപുരുഷാരാധന, വിനോദം, ശാസ്ത്രം, കുലവൃത്തി, സദാചാരം എന്നീ വിഷയങ്ങളിലെ 6 തരത്തിലാണ് വിഭജിച്ച് കാണുന്നത്. ഇത് കൂടാതെ വടക്കൻ പാട്ടുകളായും തെക്കൻ പാട്ടുകളായും മറ്റൊരു തരം വിഭജനവും നാടൻ പാട്ടുകൾക്കുണ്ട്. വടക്കൻ പാട്ടുകളും തെക്കൻ പാട്ടുകളും സാധാരണയായി ആലപിക്കുന്നത് പാണർ വിഭാഗത്തിൽപ്പെടുന്ന ഗായകരാണ്. ഇത്തരം വിഭാജനങ്ങൾക്ക് ഏറെ പരിമിതികളുള്ളതിനാൽ ഡോക്ടർ M. വിഷ്ണു നമ്പൂതിരി നാടൻ പാട്ടുകളെ 4 വിഭാഗങ്ങളെ തരംതിരിച്ചു: വംശീയ പാട്ടുകൾ, അനുഷ്ഠാന പാട്ടുകൾ, വിനോദപ്പാട്ടുകൾ, പണിപ്പാട്ടുകൾ. അതിൽ വംശീയ പാട്ടുകൾ. നാടൻ പാട്ടുകളിൽ ഭൂരിഭാഗവും ജാതിവർഗ സാമുദായിക വംശീയ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നവയാണ്. ഈ പാട്ടുകളിൽ അവ കൈകാര്യം ചെയ്യുന്ന സമുദായത്തിൻ്റെ സാംസ്കാരികവും ഭാഷാപരവുമായ പ്രത്യേകതകൾ കാണാൻ കഴിയും. എക്സാമ്പിൾ: പുള്ളുവൻ പാട്ട്, വേലൻ പാട്ട്, മലയർ പാട്ട്, ബ്രാഹ്മണിപ്പാട്ട്, പുലയൻ പാട്ട്, മാപ്പിളപ്പാട്ട്. ഈ പുള്ളുവൻ പാട്ടും മാപ്പിളപ്പാട്ടും ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അനുഷ്ഠാന പാട്ടുകൾ. ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായി അനുഷ്ഠിക്കുന്ന ജാതി മതമായ കർമ്മങ്ങൾ, ആരാധനകൾ, മന്ത്രവാദ ക്രിയകൾ, ഉച്ചാടന കർമ്മങ്ങൾ, ദേവതോപാസന, അനുഷ്ഠാനപരമായ ഉത്സവാഘോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് വേണ്ടി പാടുന്ന പാട്ടുകളാണ് അനുഷ്ഠാന പാട്ടുകൾ. തോറ്റം പാട്ടുകൾ, സർപ്പപ്പാട്ടുകൾ, മുടിയേറ്റ് പാട്ടുകൾ, പടയണി പാട്ടുകൾ, കുത്തിയോട്ടപ്പാട്ടുകൾ, കണ്ണീർ പാട്ട്. വിനോദപ്പാട്ടുകൾ. വിനോദത്തിനും കളികൾക്കും വേണ്ടി പാടുന്ന പാട്ടുകൾ: കോൽക്കളി, ചവിട്ടുകളി, കൈകൊട്ടിക്കളി, ദഫ്ഫുകളി, ചരടുപിന്നിക്കളി, പരിചകളി. പണിപ്പാട്ടുകൾ. തൊഴിലുമായി ബന്ധപ്പെട്ട തൊഴിലിൻ്റെ ആയാസം കുറയ്ക്കുന്നതിന് വേണ്ടി ആനന്ദവും ആശ്വാസവും നൽകുകയാണ് ഇത്തരം പാട്ടുകളുടെ ധർമ്മം. വള്ളപ്പാട്ട്, ചക്രപ്പാട്ട്, കൊയ്ത്തുപാട്ട് എന്നിവയാണ്. ഇനി വേറെ 2 ഡിസ്ക്രിപ്ഷൻ നോക്കുന്നു. വില്ലടിച്ചാൻ പാട്ട്. തെക്കൻ തിരുവിതാംകൂർ രൂപം കൊണ്ട കഥാകഥന സമ്പ്രദായം. തെക്കൻ പാട്ടുകൾ എന്നറിയപ്പെടുന്ന കഥാഗാനങ്ങളാണ് ഇത് ഉപയോഗിച്ചത്. വഞ്ചിപ്പാട്ട്. തുഴക്കാരുടെ താളത്തിനനുസരിച്ച് വഞ്ചിയിലിരുന്ന് പാടുന്നതുകൊണ്ടാണ് ഇതിന് വഞ്ചിപ്പാട്ട് എന്ന പേര് വന്നത്. തുഴക്കാരുടെ ആംഗിക ചലനമാണ് ഇതിൽ താളമായി ഉപയോഗിക്കുന്നത്.
താങ്ക് യു.